Hello everyone, welcome to Franklin's Lectures, India's #1 engineering education platform. My name is Fahim Ahmad. So, ഇന്ന് ഞങ്ങൾ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത് ടാർഗറ്റ് ഗേറ്റ് 2026 ആണ്. സോ ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ, നമ്മൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഒരു റിഫ്ലക്ഷൻ ഒരു റിവിഷൻ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി നിങ്ങൾക്ക് എന്താണ് ഫെമിലറൈസേഷൻ, ബേസിക്കലി എന്താണ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ എങ്ങനെയാണ് ആൻസർ ഇത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ പറയാം. ഗേറ്റ് എക്സാം എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം. 3 hours എക്സാം ആയിരിക്കും. 3 hours 100 മാർക്സ് ആണ് ടോട്ടൽ സ്കോർ ഇതുണ്ടാവുക. ടോട്ടൽ 100 മാർക്സിൽ ബ്രേക്ക് ഡൗൺ എങ്ങനെയാണ് വരുന്നത്? 85 മാർക്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിനും, അതേപോലെ 15 മാർക്സ് ജനറൽ ആപ്റ്റിറ്റ്യൂഡിനും, അതേപോലെ 85 മാർക്സ് സബ്ജക്ട് ബേസ്ഡും ആയിരിക്കും. ഇതിൽ തന്നെ 85 മാർക്സ് സബ്ജക്ട് ബേസ്ഡിൽ നിങ്ങൾക്ക് അറിയാം എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ 13 മാർക്സിന് ഉണ്ടാവും, 13 മാർക്സിന്. ബാക്കി 72 മാർക്സ് സബ്ജക്ട് ബേസ്ഡ് ഉണ്ടാവുള്ളൂ. സോ ഇത്തിരി 13 മാർക്സിന് വരുന്ന വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 1 ആയിട്ട് അക്രോസ് ഓൾ ബ്രാഞ്ചസ് കാണുന്ന ഒരു ടോപ്പിക്കാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. അതിൽ തന്നെ ലീനിയർ ഓൾജിബ്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഒരു 100 മാർക്സിലെ ബ്രേക്ക് ഡൗൺ ആണ് അങ്ങനെ ഉള്ളത്. പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് MCQ ഉണ്ട്, MSQ ഉണ്ട്, അതേപോലെ NAT ഉണ്ട്. അതും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിനെ പറ്റി നമ്മൾ അറിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എക്സാം കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റും. സോ MCQ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ഒരു ആൻസറേ ശരി ഉണ്ടാവുള്ളൂ. ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കേസിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. സോ നെഗറ്റീവ് മാർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആവാം. അത് ജനറലി എല്ലാത്തിലും 1 മാർക്ക് or 2 മാർക്കാണ് മാക്സിമം ഉണ്ടാവുന്നത്. അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യനിലാണെങ്കിൽ MCQസിൽ എന്താണെന്ന് വെച്ചാൽ if your answer is wrong, അല്ലെങ്കിൽ if the answer is wrong, 1/3 of the mark will be deducted. Same case 2 മാർക്സിലാണെങ്കിലോ 2/3 of the mark will be deducted. So അങ്ങനെയാണ് MCQസിൽ വരുന്നത്. Then coming to the second part, the second type of question, which is MSQ, multiple select questions. അപ്പോൾ multiple select question one or more than one answers ശരിയാവാം. ഓക്കെ, പക്ഷെ അതിൽ ഗേറ്റിലെ സിലബസ് പ്രകാരം അതിൽ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അഗെയിൻ അതിന്റെ ഒപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്ന് മാത്രമല്ല, പാർഷ്യൽ മാർക്കിംഗും ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. അതിൽ 4 ആൻസറും ശരിയാണ്. ഓക്കെ, 4 ആൻസറും ശരിയുള്ള മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ് വിചാരിച്ചു. അതിൽ നിങ്ങൾ 2 എണ്ണം ശരിയിട്ടിക്കണം, മറ്റേത് 2 സെലക്ട് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് പാർഷ്യൽ മാർക്കിംഗ് ഒന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഗേറ്റ് കമ്മിറ്റി വെക്കുന്നില്ല. ഓക്കെ, സോ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അതേ ഒപ്പം തന്നെ പാർഷ്യൽ മാർക്കിംഗ് ഇല്ല. ഏതൊക്കെയാണ് ഓപ്ഷൻസ് കറക്റ്റ് ഇല്ലാത്തത് അത് കറക്റ്റ് എഴുതിയാൽ, അതും കറക്റ്റ് ടിക്ക് ചെയ്താൽ മാത്രമേ, അത് കറക്റ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഐ മീൻ 3 ആൻസേഴ്സ് ആണ് കറക്റ്റ് ഉണ്ടെങ്കിൽ ആ 3യും സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടുകയുള്ളൂ. ദെൻ കമ്മിങ് ടു തേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ദാറ്റ് ഈസ് ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ്. സോ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പിൽ നമുക്ക് ഒരു സ്പെസിഫിക് നമ്പർ അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുക. ആ ആൻസറിലോ നിങ്ങൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്പെസിഫിക് ആൻസറിൽ ചോദിച്ചിട്ടുണ്ടാവും എന്ത് ടൈപ്പ് ഓഫ് ഫോർമാറ്റിലാണ്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, അതേപോലെ ഡെസിമൽ ആയിട്ടാണ് റിപ്രസെന്റ് ചെയ്യേണ്ടത്. പിന്നെ ഡെസിമൽ പ്ലേസസ് തന്നെ എത്ര ഡെസിമൽ പ്ലേസസ് ആണ്. അപ്പോൾ ചിലപ്പോൾ എഴുതിയിട്ട് റൗണ്ടഡ് ഓഫ് ടു 2 ഡെസിമൽ ഡിജിറ്റ്സ്. അപ്പം ആ ഒരു കറക്റ്റ് റൗണ്ട് ഓഫ് ചെയ്തിട്ട് 2 ഡെസിമൽ ഡിജിറ്റ്സ് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ആൻസർ കിട്ടുള്ളൂ. ഈവൻ ഇഫ് യു forgot to round off and just place 3 decimal places അല്ലെങ്കിൽ 2 decimal places for the questions, അങ്ങനെ ആയാൽ പോലും അവിടെ മാർക്ക് പോകും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓക്കെ, ഇപ്പം ന്യൂമറിക്കൽ ആൻസർ ക്വസ്റ്റ്യൻ ആകുമ്പോഴും ഏത് ക്വസ്റ്റ്യൻ ആയാലും പ്രോപ്പർലി റീഡ് ചെയ്തെങ്ങാൻ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഹോൾ ഒരു ബ്രേക്ക് ഡൗൺ വരുന്നത്. സോ ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിൽ അഗെയിൻ ലീനിയർ ഓൾജിബ്ര ഇതാക്കുന്നത്. ലീനിയർ ഓൾജിബ്ര നമുക്ക് 2 to 3, 4 ആ ഒരു മാക്സിമം വെയിറ്റേജിലാണ് യൂഷ്വലി വരാറ്. അപ്പോൾ ലീനിയർ ഓൾജിബ്രയിൽ മെയിൻലി നമ്മുടെ മെട്രിക്സ്, അതിന്റെ ഐഗൺ വെക്ടേഴ്സ്, ഐഗൺ വാല്യൂസ്, അതിനൊക്കെ ബേസ് ചെയ്ത് കണ്ടില്ല കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഒരു നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കൺസിഡർ എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ Px equal to Q where P belongs to R3/3
and Q belongs to R3/3. So R3/3 പറഞ്ഞാൽ എന്താണ്? It is a 3/3 matrix with real entries ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ P യും Q യും എന്താണ്? ഇവിടെ ഒരു 3/3 matrix ആണ് with real entries. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി suppose P has an LU decomposition. LU decomposition, the P is equal to LU, where LS is a lower triangular matrix and U is a upper triangular matrix. അങ്ങനത്തെ കേസിൽ എന്താണ് നമുക്ക് ഇതാക്കേണ്ടത്? That is, which of the following statements is or are true? ഈ following statement is or are true എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? The system Px equal to Q can be solved by first solving Ly equal to Q and then Ux equal to Y. Second option, if P is invertible, then both L and U are invertible. Then third option, if P is singular, then at least one of the diagonal elements of U is 0. And fourth option is, if P is symmetric, then both L and U are symmetric. So multiple select question ആവുമ്പോൾ നമ്മൾ എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്യണം. ഓക്കെ, എന്താണ് നമ്മൾ MCQ പോലെയല്ല, MSQ നമ്മൾ എല്ലാ ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് ശരിയാണോ ശരിയല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട്, വേർ Px is equal to Q and P belongs to, അപ്പം Pന്റെ Qന്റെ എന്താണ്? 3/3 മെട്രിക്സ് ആണ്, റിയൽ എൻട്രീസ് ആണ്. ഇനി Pന് ഒരു LU ഡീകമ്പോസിഷൻ ഉണ്ട് എന്ന് പറഞ്ഞത്. LU ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ LU ഫാക്ടറൈസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താണ്? P ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെട്രിക്സിനെ വേറെ രണ്ട് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. അപ്പം എന്താണ് LU ഡീകമ്പോസിഷൻ ഉണ്ട്, അതേപോലെ ചോലിസ്കി ഡീകമ്പോസിഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ ഡീകമ്പോസിഷൻ ഉണ്ട്, ടൈപ്സ് ഓഫ് മെട്രിസസ് ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് മെട്രിസസ് എന്ന് പറയാം. സോ അതിൽ തന്നെ L നമുക്ക് തന്നിട്ടുണ്ട്, U തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഇതൊക്കെ വെരിഫൈ ചെയ്യാനാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് തുടങ്ങിയാലോ. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്? വി ഹാവ് Px is equal to Q എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് we have Px equal to Q. അല്ലെ, Px equal to Q എന്ന് പറയുമ്പോൾ P 3/3 ആണ്, Q 3/3 ആണ്. അത് നമ്മൾ അവിടെ ഇതാക്കണമെന്നില്ല. ആൻഡ് ഓൾസോ they have written as P is equal to, P can be written as LU, അല്ലെങ്കിൽ എന്താണ്? P has a matrix, P has a എന്താണ്? LU ഡീകമ്പോസിഷൻ. LU ഡീകമ്പോസിഷൻ പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ അതിന്റെ മെട്രിക്സിനെ ബ്രേക്ക് ഡൗൺ ആയിക്കാണ്ട് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് അതിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ആ മെട്രിക്സിന് എന്താണ്? ഒരു LU ഡീകമ്പോസിഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വേർ L is a lower triangular matrix and U is a upper triangular matrix. ഓക്കെ, അപ്പൊ നമുക്ക് P is equal to LU എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് Px is equal to Q ഇതാക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സംഭവിക്കും. നമുക്ക് കിട്ടും LUX equal to Q. ഓക്കെ, ഇതെങ്ങനെ LU ഡീകമ്പോസിഷൻ എങ്ങനെ സോൾവ് ചെയ്യാച്ചാല്, ഫസ്റ്റ് എന്താ ചെയ്യാച്ചാല് വി സോൾവ് ഫോർ UX. ഓക്കെ, അപ്പം സോൾവ് എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ അതിന്റെ മുന്നേ നമ്മൾ എന്താണ് നമ്മൾ പറയും ലെറ്റ് UX equal to Y. വേറൊരു എന്താണ് representation Ux is equal to Y എന്ന് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ഇക്വേഷൻ എന്താവും? then Ly equal to Q എന്ന് വരും. ഓക്കെ, Ly equal to Q. അപ്പൊ ഇത് രണ്ട് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒന്ന് Ux is equal to Y, ഒന്ന് Ly equal to Q. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാ? we solve for എന്താണ്? ഫസ്റ്റ് നമ്മൾ Ux equal to Y നോക്കും. സോറി, Ly equal to Q എന്ന് നോക്കും. സോ Ly equal to Q എന്ന് പറയാം. solve for Ly equal to Q. solve for Ly equal to Q for Y. നമ്മൾ Y ആണ് ഇതെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ Y കണ്ടുപിടിച്ചാൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? we can put that Y in Ux is equal to Y and we can solve for X. അപ്പോൾ we solve for എന്താണ് Ux equal to Y. എന്താണ് solve for അല്ല, solve Ly equal to Q and Ux is equal to Y. അങ്ങനെ പറയാം. ഓക്കെ, ആൻഡ് വി സോൾവ് Ux equal to Y for X. അപ്പൊ എന്താണ് അങ്ങനെയാണ് എന്ത് LU ഡീകമ്പോസിഷനിൽ സ്റ്റെപ്സ് ഉണ്ടാവുക. സോ അത് നോക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ദ സിസ്റ്റം Px equal to Q can be solved by first solving Ly equal to Q and then Ux equal to Y. അതന്നെയല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ LU ഡീകമ്പോസിഷനിൽ അങ്ങനെയാണ് എന്ത് സോൾവ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് Px equal to Q നെ നമ്മൾ എന്താണ് Lux equal to Q എന്ന് എഴുതും. എന്നിട്ട് എന്താണ് Ux is equal to Y എന്ന് എഴുതും. അപ്പം ഫസ്റ്റ് Ly equal to Q എന്ന് നമ്മൾ സോൾവ് ചെയ്തിട്ട് then Ux equal to Y സോൾവ് ചെയ്യും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ട്രൂ ആണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും hence
എഴുതാൻ പറ്റുക. ഹെൻസ് ഫസ്റ്റ് ഓപ്ഷൻ ഇസ് ട്രൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ട്രൂ ആണെന്ന് നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് എന്താണ് അടുത്തത് നോക്കാം. ഓക്കെ, സോ അടുത്തതിൽ എന്ത് വരുന്നത്, അടുത്ത എന്താണ്, ഇഫ് പി ഈസ് ഇൻവേർട്ടിബിൾ ദെൻ ബോത്ത് എൽ ആൻഡ് യു ആർ ഇൻവേർട്ടിബിൾ. അപ്പം ഈ ഒരു ഇത് ഒരു ഓപ്ഷൻ നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഞാൻ രണ്ടും കാണിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഏതാണോ സുഖം, നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യാതെ അല്ലെങ്കിൽ ടൈം എന്താണ് തീരെ യൂസ് ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നത്, അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഫസ്റ്റ് എന്താണ് നമ്മൾ എന്താണ് ചോദിക്കുന്നത്, പി ഈസ് ഇൻവേർട്ടിബിൾ ബോത്ത് എൽ ആൻഡ് യു ആർ ഇൻവേർട്ടിബിൾ. അപ്പം നമുക്ക് പി എന്താണ്, ബേസിക്കലി വി ഹാവ് പി ഈസ് ഈക്വൽ ടു എൽ യു, റൈറ്റ്? പി ഈസ് ഈക്വൽ ടു എൽ യു എന്നാണ്. അപ്പൊ നമുക്ക് പി ഇൻവേഴ്സ് എന്ത് വരും, പി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ് എൽ യു ഓഫ് ഇൻവേഴ്സ്. എന്താണ് ഇതിന്റെ ഇൻവേഴ്സ് പ്രോപ്പർട്ടി എന്താണ്, ഇതിന് നമുക്ക് യു ഇൻവേഴ്സ് എൽ ഇൻവേഴ്സ് അല്ലെ, നമുക്ക് ഇൻവേഴ്സിലും അങ്ങനത്തെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഇഫ് പി ഈസ് ഇൻവേർട്ടിബിൾ പറയും, if P is invertible, okay, if P is invertible then U and L also must invert, then U are also are invertible, then U and L are also invertible. കാരണം P invertible ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് U L ഉം invertible ആയിരിക്കും. Okay, U and L are also invertible. ഓക്കെ, അപ്പം അതൊരു മെത്തേഡ്. ഇത് ഡയറക്റ്റ് മെത്തേഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതേക്കാലം ഈസി ആയി തോന്നുക, അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അതെന്താ, നമ്മൾ ഡിറ്റർമിനന്റ് ബേസിലാണ്. നമുക്ക് പറയാം ഡിറ്റർമിനന്റ് ഒരു സിംഗുലർ മെട്രിക്സിന് എന്താണ് ഡിറ്റർമിനന്റ് ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു സിംഗുലർ മെട്രിക്സിന് ഡിറ്റർമിനന്റ് സിംഗുലർ മെട്രിക്സിന് എന്താണ് ഇൻവേഴ്സ് ഉണ്ടാവില്ല. കാരണം എന്താ, ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആവില്ല, കാരണം ഡിറ്റർമിനന്റ് വാല്യൂ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ് ഇസ് 0. അപ്പം എന്താണ്, ആ ഒരു 0 വരുന്നുണ്ടോ എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് പി ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് എൽ ഇൻറ്റു ഡിറ്റർമിനന്റ് യു എന്ന് എഴുതാം. ശരിയല്ലേ? ഇവിടെ ഇനി എൽ നോക്കുമ്പോൾ, എൽ എന്നുള്ള മെട്രിക്സ് നോക്കി നോക്കും. എൽ എന്ന മെട്രിക്സിന് പ്രത്യേകത ഉണ്ട്. എല്ലിന്റെ മെട്രിക്സിന്റെ ഡയഗണൽ എലിമെന്റ്സ് 1 ആണ്. അപ്പൊ ഡയഗണൽ എലിമെന്റ്സ് 1 ഒരു എന്താണ് മെട്രിക്സിന് ഒരിക്കലും എന്താണ് ഡിറ്റർമിനന്റ് 0 ആവില്ല. L cannot be 0. Okay, L cannot be 0 since ones are on the diagonal. അപ്പം L cannot be 0 since ones are on the diagonal. അപ്പൊ L എന്താണ് ഒരിക്കലും എന്താണ് 0 ആവാൻ പാടില്ല. കാരണം 1 ഡയഗണൽ എലമെന്റ്സ് എന്താ എല്ലാം 1 ആയതുകൊണ്ട് എന്താണ് L 0 ആവില്ല. സോ L is invertible. L is invertible. പിന്നെ ഇനി എന്താ, if P is invertible, P is invertible ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, P invertible ആണെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് P എന്ന് പറയുന്നത് is not equal to 0. അങ്ങനെയാണെങ്കിൽ എന്താണ് P invertible അല്ല, L 1 ആണ്. അങ്ങനെയാണ് എന്താണ് U ഉം ഒരിക്കലും എന്താണ് 0 ആവില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്ത്, U is also then എന്താണ് ഡിറ്റർമിനന്റ് U also cannot be 0, that is U is invertible. U is invertible. കാരണം U is invertible വേറെ രീതിക്ക് പറയാൻ പറ്റുന്ന ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. U എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പം അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എല്ലാം ഇൻവേർട്ടിബിൾ ആവും ഇഫ് ഓൾ ഇറ്റ്സ് ഡയഗണൽ എൻട്രീസ് ആർ നോൺ സീറോ. ഡയഗണൽ എൻട്രീസ് നോൺ സീറോ ആണെങ്കിൽ എന്താണ് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് തന്നത് എന്താണ് ഡയഗണൽ എലിമെന്റ്സ് എന്താണ് 0 അല്ല, അല്ലെ നോൺ സീറോ എലിമെന്റ്സ് ആണ്. സോ എന്താണ് അതും ഇൻവേർട്ടിബിൾ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താണ് പറയുന്നത്, നമുക്ക് പറയാം thus we can say both L and U are invertible. Hence we can say option B എന്താണ് true ആണ്. Okay, hence option B is true. അപ്പോൾ നമ്മൾ എന്താണ് എയും ട്രൂ ആണെന്ന് കണ്ടെത്തി, ബിയും ട്രൂ ആണെന്ന് കണ്ടെത്തി. ഇനി നമുക്ക് സി ഓപ്ഷൻ നോക്കാം. സി ഓപ്ഷൻ എന്തായി, പി സിംഗുലർ then at least one of the diagonal elements of U is 0 എന്നാണ്. അപ്പോൾ പി സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് പി is 0. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം if P is singular
then എന്താണ് determinant of p is equal to 0. So that gives determinant of p is equal to എന്താ determinant of L into determinant of u equal to 0. അപ്പം determinant of L 0 ആവുമ്പോൾ അവിടെ പറ്റുമോ? ഇല്ല. ഇവിടെ determinant of L actually 1 ആണ്. Since 1 is on the diagonal, determinant of L എന്താണ് 1 ആയിരിക്കും into determinant of u is equal to 0 ആയിരിക്കും. അപ്പോൾ എന്താണ് that gives എന്താണ് basically determinant of u is equal to എന്താണ് u1 u2 u3 കാരണം അപ്പർ ഡയഗണൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്താണ് ഡിറ്റർമിനന്റ് ബേസിക്കലി ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെന്റ്സ്. അപ്പോൾ u1 u2 u3 0 ആണ്. കാരണം എന്താണ് p 0 ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് p 0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒന്നുകിൽ ഡിറ്റർമിനന്റ് ഓഫ് L 0 ആണ്, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് u 0 ആണ്, അല്ലെങ്കിൽ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് രണ്ടും 0 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് L 0 ആണ് അല്ല, കാരണം എല്ലാതും 1 ആണെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിലും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിലും ഡിറ്റർമിനന്റ് എന്താണ് അതിന്റെ പ്രോഡക്റ്റ് ഓഫ് മെയിൻ ഡയഗണൽ എലിമെന്റ്സ് ആണ്. സോ L അത് എന്തായാലും അവിടെ ആവില്ല, കാരണം എല്ലാതും 1 ആണ്. മെയിൻ ഡയഗണൽസ് എല്ലാതും 1 ആണ്. സോ അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് L എന്താ 1 ആണ്. പക്ഷെ ഡിറ്റർമിനന്റ് ഓഫ് u അവിടെ 0 ആവണം, എന്നാലേ ഡിറ്റർമിനന്റ് ഓഫ് p 0 ആവുള്ളൂ. ഇപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് u 0 ആണെങ്കിൽ അതെന്താണ് അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി ഡയഗണൽസ് ഓഫ് എന്താണ് u ഷുഡ് ബി 0. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും thus p, the determinant of p is 0 gives that u1 u2 u3 is equal to 0. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? that gives at least 1 of uii അല്ലെ, ui എന്ന മെയിൻ ഡയഗണൽ എലിമെന്റ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. uii is 0. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? hence C is true. കാരണം C എന്താണ് പറയുന്നത്? if p is singular then at least 1 of the diagonal elements of u is 0. അതിനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? hence C is also true. Option C is also true. Okay. എന്താണ് ഫോർത്ത് എന്തായിരുന്നു? if p is symmetric then both L and u are symmetric. if p symmetric ആണെങ്കിൽ both L and u symmetric ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? given എന്താണ് p is equal to lu, right? p is equal to lu. ഇനി എന്താണ് p symmetric ആണ്. സോ എന്താണ് here, let's see here p transpose is equal to p. സിമെട്രിക് മെട്രിക്സ് പറഞ്ഞാൽ ട്രാൻസ്പോസും അതേപോലെ ആ മെട്രിക്സും പറഞ്ഞാൽ സെയിം ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ p transpose is equal to p. അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ് L transpose അല്ലെങ്കിൽ LU transpose എന്ത് വരും? LU transpose is equal to U transpose into L transpose വരും. കാരണം നമുക്കറിയാം എന്താണ് AB transpose is equal to B transpose into A transpose ആണ്. അതുപോലെ AB inverse ആണ് B inverse into A inverse ആണ്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. സോ ആ പ്രോപ്പർട്ടി കണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞത് if U is also symmetric and L is also symmetric നമ്മൾ കൺസിഡർ ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ എന്ത് വരും? P transpose എന്ത് വരിക? then P transpose is equal to എന്ത് വരും? P transpose is equal to LU transpose which is equal to the U transpose into L transpose which is equal to U transpose എന്താ? U ആണ്, L transpose L ആണ്. പക്ഷേ this is not equal to L. കാരണം നമുക്കറിയാം എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ് is not commutative അല്ല. അപ്പോൾ എന്താ ആക്ച്വലി ഇവിടെ സിമെട്രിക് അല്ല. അപ്പോൾ എന്താണ് P സിമെട്രിക് ആയാൽ യുവും എന്താണ് അതേപോലെ Lഉം സിമെട്രിക് ആവില്ല. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഹെൻസ് എന്താണ് ഹെൻസ് ഓപ്ഷൻ ഡി ഇസ് ഫാൾസ്. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ ഓപ്ഷനും നോക്കിക്കാണ്ട് ചെയ്തു. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു MSQ. അതുകൊണ്ടാണ് എന്താ ഇത്രയും കുറച്ച് ടൈം എടുക്കുന്നത്. യൂഷ്വലി ഇത്ര ടൈം എടുക്കാറുണ്ടാവില്ല അല്ലേ? പക്ഷെ ലീനിയർ ആൾജിബ്രയിൽ പറഞ്ഞാൽ ലീനിയർ ആൾജിബ്ര നിങ്ങൾക്ക് എന്താണ് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും, പക്ഷെ ടൈം എടുക്കുന്നത് ഇതാണ്. ഇതൊക്കെ എന്താണ് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ തിയറി പറയുമ്പോൾ ഇത്ര ടൈം എടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്താണ് നിങ്ങൾ തിയറി കറക്റ്റ് എന്താണ് ഓർത്ത് വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെയായിരുന്നു? A കറക്റ്റ് ആണ്. which of the following is true? A is true, B is true and C is true. അപ്പോൾ A, B, C ആണ് എന്ത് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, സോ now let's move on to the next question. So the next question is let L, M and N be non-singular matrices of order 3 satisfying the equation എന്തൊക്കെയാണ്? L square is equal to L to the power -1, M is equal to L square L to the power 8 and N is equal to L to the power 2.
ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ പറയുമ്പോൾ എന്താണ് MCQ ക്വസ്റ്റ്യൻ ആണ് ഉദ്ദേശിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് ഓഫ് m-n. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് n-1 ആണ് ഇതാക്കേണ്ടത്. ഓപ്ഷൻസ് ആർ A0, B1, C2 ആൻഡ് D3. അപ്പൊ ഈ ഒരു ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. ഇതും നമുക്ക് എന്താണ് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് ഇതാക്കുന്നത്, ഞാൻ രണ്ട് മെത്തേഡൊക്കെ തരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് എന്താണ് പഠിച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് തന്നിക്കുന്നത് എന്തൊക്കെയാണ്, L² is equal to L-1 ആണ്. അതേപോലെ m is equal to L to the power 8. ഓക്കെ, ആൻഡ് n is equal to L to the power 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞാൽ m-n, ഡിറ്റർമിനന്റ് ഓഫ് m-n എന്താണ് നോക്കിയാൽ മതി. അപ്പൊ m-n എന്താണ്, ഡിറ്റർമിനന്റ് ഓഫ് L to the power 8 മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് L to the power 2. ഓക്കെ, അപ്പൊ ഈ L to the power 8 നമുക്ക് എന്താണ് L to the power 2, L to the power 2, L to the power 2, L to the power 2 എഴുതാം, മൈനസ് L to the power 2 എഴുതാം. ഇനി ഇതിൽ തന്നെ നമ്മൾ എന്താണ് ഫസ്റ്റ് രണ്ട് L to the power 2 നമ്മൾ L to the power 2 എന്ന് എഴുതും. ഓക്കെ, സോ L to the power 2 ഞാൻ L to the power 2 എഴുതും. തേർഡിനെ നമ്മൾ L to the power -1 എഴുതും. കാരണം നമ്മൾ പറയുന്നത് L to the power -1 ആണ്. L -1 എഴുതും, ഞാൻ L to the power -1 എന്ന് എഴുതും, മൈനസ് L to the power 2. ഇനി ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ സംഭവിക്കുന്നതാണ് ഇത് ഈക്വൽ ടു L to the power 2, ഇത് 4 ആവും, 4 - 2 2 ആവും അല്ലെ. അപ്പം ഇസ് ഈക്വൽ ടു എന്ത് വരും, L to the power 2 മൈനസ് L to the power 2 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് 0 എന്നാണ് വരുന്നത്. ഇനി ഇതൊരു മെത്തേഡ്. ഇതേപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L to the power 2 is given as L to the power -1. ഫ്രം ദാറ്റ് ഇപ്പൊ നമ്മൾ രണ്ട് സ്ഥലത്ത് എന്താണ് L മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ബോത്ത് സൈഡ്സിന് L മൾട്ടിപ്ലൈ ചെയ്യണ എന്താണ് L3 is equal to L into L inverse പറഞ്ഞാൽ എന്താണ് I ആണ് അല്ലെ. L into L inverse I ആണ്. അത് അപ്പോൾ നമുക്ക് എന്താണ് m എന്താ വരിക, m is basically L to the power 8. ഈ L to the power 8 നമുക്ക് L to the power 6 into L to the power 2 എഴുതാട്ടില്ലേ. L to the power 6നെയോ L³ into L³ of whole square എന്ന് എഴുതാൻ പറ്റും, into L². ഈ L³ എന്താണ് I ആണ്. അപ്പൊ I² into L² എന്ന് എഴുതും, വിച്ച് ഈസ് ഈക്വൽ ടു I² എന്താണ് I² I³ ഒക്കെ ഐഡന്റി മെട്രിക്സിന് സ്ക്വയറും ക്യൂബ് ഒക്കെ എന്താണ് I തന്നെയാണ്. സോ സോറി 1 ആണ്. സോ L² is equal to L² എന്ന് വരും. ഓക്കെ, സോ therefore നമുക്ക് പറയാം ഡിറ്റർമിനന്റ് ഓഫ് m-l is equal to എന്താണ് L² minus L² which is also equal to 0. ഓക്കെ, അപ്പൊ രണ്ട് മെത്തേഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെ കിട്ടുന്നത്, അപ്പോൾ 0 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെയാണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ വരിക, ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, ഓപ്ഷൻ എ. സിമ്പിൾ അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട്. പക്ഷേ നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എന്താണ് ടൈം ഈസി ടൈം കൺസ്യൂമിങ് ആവാതെ തോന്നിയത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, പക്ഷെ എന്താണ് രണ്ട് മെത്തേഡിന്റെയും എന്താണ് തിയറി പഠിച്ചേക്കുക, അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡിലെ പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ചെയ്തതെന്ന് പഠിച്ചേക്കുക. കാരണം എന്താണ് വേറെ നമുക്ക് നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ദാറ്റ് ഈസ് ഇഫ് ദ മെട്രിക്സ് which is given as 1 2 2 - 1, then which of the following is a to the power 8? അപ്പോൾ ഇത് a എന്നാണ്. അങ്ങനെയാണെങ്കിൽ then which one of the following is a to the power 8 എന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും given a is equal to matrix A is equal to 1 2 2 - 1 എന്നാണ്. ഓക്കെ, നമുക്ക് കാണേണ്ടതാണ് a to the power 8 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം A² എന്താ നോക്കാം. ഓക്കെ, A² എന്താ നോക്കാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ A² കണ്ടുപിടിച്ചാൽ അതിന് എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാണും. അത് വെച്ചാണ് നമുക്ക് a to the power 8 കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ A² എന്തായിരിക്കും, A² is equal to 1 2 2 - 1 into 1 2 2 - 1. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ് ഫസ്റ്റ് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ 1 into 1 plus 2 into 2. 1 into 1 1 plus 2 into 2 4. അപ്പോൾ 1 plus 4 5 എന്ന് വരും. സിമിലർലി ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. സോ 1 into 2 plus 2 into -1. അപ്പോൾ 2 - 2 എന്ത് വരും, 0 എന്ന് വരും. ഓക്കെ, 0 എന്ന് വരും. ദെൻ തേർഡ് എൻട്രി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. സോ 2 into എന്താണ് -2, അതും അഗൈൻ എന്താണ് 0 വരും.
Okay, and the last one will be second row അതേപോലെ second column. So 2 into 2 4 plus minus 1 into minus 1, so 1. അപ്പോൾ 4 plus 1 again 5. So this is basically എന്താണ് ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 5. 5 into i എന്ന് പറയാം അല്ലെ, 5i എന്ന് എഴുതാം. അപ്പൊ എന്താ a square 5i ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് a to the power 4 കണ്ടുപിടിച്ചൂടെ? a to the power 4 എന്തായിരിക്കും? a to the power 4 is equal to നമുക്ക് പറ്റും a square whole square എന്ന് എഴുതാൻ പറ്റും. a square എന്താണ്? 5i square അല്ലേ? ശരിയല്ലേ? അപ്പൊ എന്താ 5i square നമുക്ക് 25 i square എന്താണ്? i square equal to i ആണ്. അപ്പൊ 25i എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ a to the power 8 എന്തായിരിക്കും? അപ്പോ therefore a to the power 8 is equal to എന്ത് വരും? a to the power 4 whole square എന്ന് വരും. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? a to the power 4 whole square എന്ന് പറഞ്ഞാൽ 25i square എന്ന് വരും. ശരിയല്ലേ? അപ്പൊ 25 square 24 square എന്ന് പറഞ്ഞാൽ 625 ആണ്. then i square is equal to i എന്ന് വരും. അപ്പൊ 625i എന്ന് വരും, which is equal to എന്താ വരിക? എന്താണ് നമുക്ക് മെട്രിക്സ് വരിക? നമുക്ക് മെട്രിക്സ് വരുന്നത് എന്താണ്? 625 0 0 625 എന്ന് വരും. സോ ദിസ് വിൽ ബി ദി ആൻസർ. ക്ലിയർ അല്ലേ? അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത് അല്ലെ? അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ പേടിക്കേണ്ട. a to the power 8 ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. പക്ഷെ എന്താണ്, a സ്ക്വയറും മാക്സിമം പോയാൽ a ക്യൂബും അല്ലെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് റിലേഷൻ കിട്ടും. അതിൽ നിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. let A be a 2x2 matrix as given, that is a is equal to 1 1 1 minus 1. അപ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. What are the eigen values of the matrix a to the power 13 ആണ്. Options are 1, minus 1. Option B 2 root 2, minus 2 root 2. Option C 4 root 2 minus 4 root 2. And option D എന്താണ്? 64 root 2 and minus 64 root 2. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐഗൺ വാല്യൂസ് സിമ്പിൾ ആയി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു റൂൾ യൂസ് ചെയ്യാം. സോ നമുക്ക് എന്താണ്? a is equal to 1 1 1 minus 1 എന്നാണ്. ഓക്കെ, ഐഗൺ വാല്യൂസിന്റെ റൂൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ സം ഓഫ് ഐഗൺ വാല്യൂസ്. ഓക്കെ, സം ഓഫ് ഐഗൺ വാല്യൂസ് എന്നാൽ എന്താണ്? is equal to trace of the matrix. ഓക്കെ, സം ഓഫ് ഐഗൺ വാല്യൂസ് is trace of the matrix and product of eigen values എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ, ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ സം ഓഫ് ഐഗൺ വാല്യൂസ് ട്രേസ് ഓഫ് ദ മെട്രിക്സും ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഡിറ്റർമിനന്റ് ആണ്. അപ്പോ നമ്മൾ ഇവിടെ എന്താണ് ഐഗൺ വാല്യൂസ് λ1 λ2 ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നമുക്ക് ഇതിന്റെ കാരണം കൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? λ1 plus λ2 is equal to എന്ത് വരും? ട്രേസർ എന്താണ്? 0 അല്ലെ? കാരണം 1 minus 1 0 വരും. അതേപോലെ തന്നെ λ1 into λ2 is equal to എന്ത് വരും? ഡിറ്റർമിനന്റ് ഇവിടുത്തെ ഡിറ്റർമിനന്റ് -1 എന്ന് വരും അല്ലെ? അപ്പോൾ -2 -1 എന്ന് വരും. ഇപ്പോൾ ഡിറ്റർമിനന്റ് ഇവിടെ -2 എന്ന് വരും. അപ്പൊ ട്രേസ് ആണ് അത്. ട്രേസ് എന്താണ്? സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ആണ്. മെയിൻ ഡയഗണലിന്റെ സം ആണ് എന്ത്? ട്രേസ്. അപ്പൊ ട്രേസ് എന്താണ്? 1 -1 0. അതേപോലെ എന്താണ്? ഡിറ്റർമിനന്റ് -2 ആണ് ഇവിടെ. അപ്പം ഇവിടെ ഞാൻ ജസ്റ്റ് അത് എഴുതാം. ട്രേസ് ഓഫ് എ ഇവിടെ എന്താ വരുന്നത്? ട്രേസ് ഓഫ് എ is 0 and dit of a is -2. ഓക്കെ, dit of a is -2. അപ്പൊ അതിൽ നിന്നാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഇനി ഈ എന്താണ് നിങ്ങൾ ഐഗൺ വാല്യൂ എന്ന് കണ്ടുപിടിക്കാണ്ട് ഈ ഒരു എന്താണ് നമ്പേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് നമുക്ക് നോക്കാം -2 കിട്ടണം, 0 ആണ്. അപ്പം നമുക്ക് റൂട്ട് എടുത്താൽ √2 ആൻഡ് എന്താണ് -√2 എടുത്താൽ ഇത് വരില്ല. കാരണം എന്താ? √2 + -√2 0 വരും. അതേപോലെ √2 × -√2 ആകുമ്പോൾ എന്താണ്? -2 എന്ന് വരും. ഓക്കെ, അപ്പൊ ആ രണ്ട് അതെടുത്താൽ മതി. സോ വി ക്യാൻ സേ that gives എന്താണ്? λa is equal to ഇതൊരു -√2, √2. അപ്പം ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് A is -√2 ആൻഡ് √2. അങ്ങനെയാണെങ്കിൽ എന്താണ് ഐഗൺ വാല്യൂസ് ഓഫ് എന്താണ് a to the power 13 എന്തായിരിക്കും? ബേസിക്കലി ഇതിന്റെ എന്താണ് പവർ 13 തന്നെയാണ്. ഓക്കെ, ഐഗൺ വാല്യൂസ് നമുക്ക് എന്താണ് ജസ്റ്റ് എന്താണ് എക്സ്പൊണന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന എന്താണ് ഒരു ക്വാണ്ടിറ്റി ആണ്. അപ്പം നമുക്ക്
minus root 2 to the power 13, comma, എന്താണ് root 2 to the power 13. അപ്പൊ എന്ത് വരും? ഇവിടെ നമുക്ക് എന്താണ് minus root 2 into root to the power 12 എന്ന് പറയും. അതേപോലെ minus root 2 into root to the power 12. അപ്പോൾ 2 to the power root to the power 12 എന്ന് പറഞ്ഞാൽ 2 to the power 6 ആണ്. 2 to the power 6 is 64. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് -64 root 2 അതേപോലെ 64 root 2. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെയാണ് ഇത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക? അപ്പോൾ ഐഗൺ വാല്യൂസ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട, ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനും ഇതൊന്നും വേണ്ട. ഇങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഓക്കെ, now let's move on to the next question, that is, let A be any n by n matrix over the set of all real numbers, then let B be a matrix obtained from A by swapping two rows. അപ്പോൾ രണ്ട് റോസ് സ്വാപ്പ് ചെയ്തെങ്ങാണ്ട് എന്താണ് നമുക്ക് ബിയും ഫോം ചെയ്യാൻ പറ്റും. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ. അപ്പോൾ അതായത് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യനിൽ എന്താണ് എങ്ങനെ വരുന്നത്? ഫസ്റ്റ് വന്നത് if the trace of A is 0 then the trace of B is also 0. എന്താണ് എന്റെ ട്രേസ് 0 ആണെങ്കിൽ ബിന്റെ ട്രേസും 0 എടുക്കുക. then B question, if A is invertible then B is also invertible. that second option ആണ്. and third option, if A is symmetric then B is also symmetric. and the last one is the determinant of B is the negative of the determinant of A. ഇങ്ങനെയാണ് ഇത് നാല് ഓപ്ഷൻസ് വരുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് ഓരോരോ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻ ആകുമ്പോൾ എന്താണ് നമ്മൾ ഓരോരോ ഓപ്ഷൻസും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് എന്താണ് തെറ്റാണോ ശരിയാണോ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ലെറ്റ് എ ബി എനി n by n മെട്രിക്സ് എന്നാണ്. അപ്പൊ നമ്മൾ ഒരു 2x2 മെട്രിക്സിന്റെ എക്സാമ്പിൾ എടുക്കുക. 2x2 മെട്രിക്സ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ലെറ്റ് എന്താണ് ലെറ്റ് ടേക്ക് എ ഇസ് ഈക്വൽ ടു ഞാനൊരു മെട്രിക്സ് എഴുതുന്നത് വെച്ചാല് എന്താണ് 3 2 2 -3. ഓക്കെ, ഇങ്ങനെ ഒരു മെട്രിക്സ് എടുക്കുകയാണ്. ആൻഡ് ബി എന്തായിരിക്കും? ഈ ഒരു മെട്രിക്സിനെ റോസ് സ്വാപ്പ് ചെയ്തേക്കാരം എന്തെങ്കിലും 2 -3 3 2 എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് 2 -3 3 2 എന്നാണ് വരിക. ഇനി എന്താണ് ഓരോരോ ഓപ്ഷൻസ് നോക്കുക. ഇപ്പൊ ട്രേസ് ഓഫ് എ ഇസ് 0 then ട്രേസ് ഓഫ് ബി ഇസ് ഓൾസോ 0 എന്നാണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ട്രേസ് ഓഫ് എ എന്താ? ട്രേസ് ഓഫ് എ ഇസ് ഈക്വൽ ടു എന്താ 3 -3 അല്ലെങ്കിൽ 3 + -3 which is equal to 0. പക്ഷെ ട്രേസ് ഓഫ് ബി is equal to 2 + 2 which is equal to 4 ആണ്. അപ്പൊ ട്രേസ് ഓഫ് എ 0 ആയിട്ടും എന്താണ് ട്രേസ് ഓഫ് ബി എന്താണ് 0 ആയില്ല. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? hence ഓപ്ഷൻ എ is false. hence ഓപ്ഷൻ എ is false. ഫസ്റ്റ് ഫോൾസ് ആണ് നമ്മൾ തെളിയിച്ചു. ഇനി സെക്കൻഡ് എന്താണ്? ഇഫ് എ ഇസ് ഇൻവേർട്ടിബിൾ then ബി ഇസ് ഓൾസോ ഇൻവേർട്ടിബിൾ. ഇപ്പൊ എ ഇൻവേർട്ടിബിൾ ആണെങ്കിൽ ബി ഇൻവേർട്ടിബിൾ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ? ഇൻവേർട്ടിബിൾ ആണോ അല്ലേ നോക്കാൻ എന്താണ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചത്. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ എന്താണ് ഇൻവേർട്ടിബിൾ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? -9 -4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു -13. ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? 4 -9 which is equal to 13. അപ്പൊ എന്താ എയും ഹിയർ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ബി. ഐ മീൻ ഡിറ്റർമിനന്റ് ഓഫ് എ എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ബി ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഈക്വൽ ടു 0. അപ്പൊ എന്താണ്? ഹെൻസ് ബോത്ത് ആർ ഇൻവേർട്ടിബിൾ അല്ലെ? അപ്പം ബോത്ത് ആർ ഇൻവേർട്ടിബിൾ. അപ്പൊ നമ്മൾ ചോദിച്ചത് ഇഫ് എ ഇസ് ഇൻവേർട്ടിബിൾ then ബി ഇസ് ഓൾസോ ഇൻവേർട്ടിബിൾ അല്ലേ? നമ്മളിവിടെ കണ്ടു ഇപ്പൊ എ ഇൻവേർട്ടിബിൾ ആണ്, അതുകൊണ്ട് ബി ഇൻവേർട്ടിബിൾ ആയി. hence we can say ബി is true. hence ഓപ്ഷൻ ബി is true. അപ്പൊ ഓപ്ഷൻ എ ഫോൾസ് ആയിരുന്നു, ബി ട്രൂ ആയിരുന്നു. ഇനി നമുക്ക് എന്താണ് ഓപ്ഷൻ സി നോക്കാം. സോ ഓപ്ഷൻ സി എന്തായിരുന്നു? ഇഫ് എ is symmetric then ബി is also symmetric. അപ്പൊ ഇവിടെ എ സിമെട്രിക് ആണ് ആക്ച്വലി. സോ ഹിയർ
A is equal to A transpose ആണ്. ഓക്കെ, A is equal to A transpose ആണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്താണ് ഇതിന്റെ റോസും കോളംസും സ്വാപ്പ് ചെയ്ത് എന്താണ് അതിന്റെ കിട്ടില്ല, 3 2 2 -3 -3 തന്നെ കിട്ടുക. പക്ഷെ B സ്വാപ്പ് ചെയ്യുമ്പോൾ കിട്ടില്ല. ഓക്കെ, B സ്വാപ്പ് ചെയ്യുമ്പോൾ B transpose കിട്ടില്ല. ഓക്കെ, സോ B is not equal to B transpose. B is not equal to B transpose. അപ്പൊ എന്താ നമുക്ക് പറയാൻ പറ്റുക? ഹെൻസ് C is false. അപ്പൊ എന്താണ്? C false ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ലാസ്റ്റ് എന്താണ്? The determinant of B is the negative of determinant of A. നോക്കാം, determinant of B എന്ന് നമുക്ക് കിട്ടിയത്, determinant of B എന്ന് പറയുന്നത് 13 ആയിരുന്നു. ഓക്കെ, determinant of B എന്ന് പറഞ്ഞാൽ 13 ആയിരുന്നു. ആൻഡ് അത് നെഗറ്റീവ് ഓഫ് 13 എടുത്താൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടും. സോ എന്താണ് ഹിയർ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ഓഫ് എ ആണ്. ശരിയാണ്. ഓക്കെ, ഹെൻസ് നമുക്ക് എഴുതാൻ പറ്റും ഡി, ഓപ്ഷൻ ഡി ഈസ് ട്രൂ. അപ്പൊ ഓപ്ഷൻ ഡി എന്താണ്? ട്രൂ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ ശരി കിട്ടിയത്? ഫസ്റ്റത്തെ ശരിയാണോ? ട്രേസ് ഓഫ് എ 0, then the trace of b 0. അല്ല, അല്ലെ? അത് തെറ്റാണ്. Then if a is invertible then b is also invertible. അത് ശരിയാണ്. If a is symmetric then b is also symmetric. അത് ശരിയല്ല. Then the determinant of b is the negative of the determinant of a. അപ്പോൾ ഡി. ഇവിടെ നിന്നാണ് ബി ആക്ച്വലി കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഡി നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവിടെ കാണാൻ പറ്റും A is equal to -13 B is equal to 13. അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. സോ ഓക്കെ, അപ്പൊ ബി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? ഡിയും ശരിയായി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, now let's move on to the next question. So suppose lambda is an eigenvalue of matrix A and x is the corresponding eigenvector. Let x also be an eigenvector of the matrix B is equal to A minus 2i. അങ്ങനെയാണ് where I is the identity matrix. Then eigenvalue of B corresponding to the eigenvector x is equal to എന്ന് ചോദിച്ചത്. അപ്പം എന്താണ്? ലാംഡ eigenvalue of matrix A. matrix എന്താണ്? eigenvalue ലാംഡയാണ് ആൻഡ് അതിന്റെ കറസ്പോണ്ടിങ് eigenvector x ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അവർ പറയുന്നത് B എന്നൊരു മെട്രിക്സ് ഉണ്ട്. ബി പറഞ്ഞാൽ A-2 ആണ്. അതിന്റെ ഐഗൻ വെക്ടറും എന്താണ്? എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഐഗൻ വാല്യൂ എന്താണെന്നാണ് വരുന്നത് ചോദിച്ചത്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ഐഗൻ വെക്ടർ ഐഗൻ വാല്യൂ വെച്ച് ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഇത് 1 മാർക്കിൽ MCQ ആണ്. ഓക്കെ, അപ്പൊ ഇതിനാണ് നമുക്ക് പറയട്ടും ഇഫ് ലാംഡ ഇസ് ദ ഐഗൻ വാല്യൂ ആൻഡ് x is the corresponding eigen vector അല്ലെ? ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ എക്സ് ആണെങ്കിൽ, കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതിന്റെ റെപ്രസെന്റേഷൻ നമ്മൾ പഠിച്ചതാണല്ലേ? ദാറ്റ് ഈസ് എ ലാംഡ ഇസ് ഈക്വൽ ടു എക്സ് ലാംഡ എന്നുള്ള, സോറി എ ലാംഡ അല്ല, എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പഠിച്ചതായിരിക്കും. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ശരിയല്ലേ? സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 1. അപ്പൊ ഇത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇനി നമുക്ക് എന്താണ് ബിന്റെ കണ്ടുപിടിക്കാൻ വേണ്ടത് അല്ലെ? ബിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ബി എക്സ്, അപ്പോൾ ലെറ്റ് ബി ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കണ്ട, ബി എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ബി എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് 2i into x എന്ന് വരും, which can be distributed. That is ax is equal to 2ix എന്ന് എഴുതാം. അപ്പൊ ax is equal to എന്ന് നമ്മൾ പറഞ്ഞത് ax is equal to lambda x എന്ന് പറഞ്ഞത്. അപ്പൊ lambda x minus 2ix എഴുതാം അല്ലെ? From 1 we can say ax is equal to lambda x. So ax equal to 2ix നെ നമുക്ക് lambda x minus 2ix എന്ന് എഴുതാം. ഇതിലോ വീണ്ടും നമുക്ക് അതിന് എന്താണ് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് എക്സ് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. ഐ മീൻ ഈ 2i lambda x എന്താണ്? ബേസിക്കലി 2ix എന്ന് പറയുന്നതും എന്താണ് 2x സെയിം തന്നെയാണ്. അപ്പം നമുക്ക് കിട്ടും lambda x is equal to 2x and x കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? lambda minus 2x എന്ന് വരും. അപ്പൊ ഇവിടുത്തെ ഐഗൻ വാല്യൂ എന്താണ്? lambda minus 2. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും hence lambda minus 2 is the eigenvalue of matrix B. Eigenvalue of matrix B.
അങ്ങനെയാണ് എന്ത് ഐഗൺ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? കറക്റ്റ് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, കറക്റ്റ്, സിമ്പിൾ അല്ലേ? നമ്മൾ ഐഗൺ വാല്യൂവിന്റെ പ്രോപ്പർട്ടി വെച്ചാണ് ഐഗൺ വാല്യൂസ് ബേസിക് പ്രോപ്പർട്ടി ആയിട്ട് ഐഗൺ വെക്ടറും ഐഗൺ വാല്യൂ കറസ്പോണ്ടിങ് ഇക്വേഷൻ ആയ ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള എന്താണ് ഇക്വേഷൻ എടുത്തത്. അപ്പൊ ഇവിടെ എയും എക്സും എന്താണ് മെട്രിക്സ് ആയിക്കാരം, പക്ഷെ ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നമ്പർ ആണ്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് ലെറ്റ് എ ഇസ് ഈക്വൽ ടു 1 1 1 3 2 -2 -3 അങ്ങനെ ഒരു മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. സോ ഇവിടെ എന്താണ് 3/2 മെട്രിക്സ് ആണ് അല്ലെ, 3 റോസും 2 കോളംസും 3/2 മെട്രിക്സ് ആണ്. Then B is a matrix 3/1 matrix ആണ്, sorry 1/3 matrix ആണ് B1 B2 B3. ഇനി for AX equal to B to be solvable, which one of the following option is the correct condition on B1 B2 and B3? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്താ B1 plus B2 plus B3 is equal to 1. സെക്കൻഡ് കണ്ടീഷൻ എന്താ 3B1 plus B2 plus 2B3 is equal to 0. തേർഡ് കണ്ടീഷൻ B1 plus 3B2 plus B3 is equal to 2. ആൻഡ് ഫോർത്ത് കണ്ടീഷൻ എന്താണ്? ഫോർത്ത് എന്താണ്? ഓപ്ഷൻ B1 plus B2 plus B3 is equal to 2 എന്നാണ്. അപ്പൊ നമുക്ക് എന്താണ് AX സോൾവബിൾ ആവണമെങ്കിൽ എന്താണ് നമ്മൾ പറയുക, റാങ്കിന്റെ ബേസിൽ രണ്ട് എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ആവണം. എന്താണ്? റാങ്ക് ഓഫ് എ ഷുഡ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി അല്ലെ. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? എയും ബിയും കണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെ എന്താണ് എന്റെ ഫസ്റ്റ് 2 കോളംസ് ആവും, then ബിന്റെ കോളംസ് വെക്കുന്നതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും AX ഈക്വൽ ടു ബി is solvable എന്താണ് if നമുക്ക് എന്താ പറയുക റാങ്ക് ഓഫ് A is equal to റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി. ഞാൻ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റാങ്ക് ഓഫ് എ ബി എന്ന് മെഷർ ചെയ്യും. എ ബി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്, എന്താണ് എനും ബിനെയും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടുള്ള മെട്രിക്സ് ആണ്. റാങ്കിന്റെ കേസിൽ നമ്മൾ എന്താണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക ഓഗ്മെന്റഡ് മെട്രിക്സിനെയാണ്. ഓക്കെ, നമ്മൾ രണ്ട് കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന മെട്രിക്സിനെയാണ് എന്ത് ഓഗ്മെന്റഡ് മെട്രിക്സ് അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് സോൾവ് ചെയ്ത് നോക്കാം. അപ്പൊ റാങ്ക് ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ച് നോക്കാം. റാങ്ക് ഓഫ് എ ബി നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടുപിടിച്ചാൽ എന്താണ് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ആണെന്നുള്ളതാണ് ഇത് കണ്ടീഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കാം. അപ്പൊ എ എന്താണ്? എ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ മെട്രിക്സ് ഉള്ളത് 1 1 1 3 1 1 1 3 ആൻഡ് -2 -3 ഇതല്ലേ മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സിന് എന്താണ് നമുക്ക് ഗോസ് എലിമിനേഷൻ, അതായത് റോ എച്ചലോൺ ഫോമിന്റെ മെത്തേഡിൽ എന്താണ് റോ എച്ചലോൺ മെത്തേഡിൽ നമ്മൾ എന്താണ് സോൾവ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ നമ്മളെന്താ റോ എച്ചലോൺ മെത്തേഡിൽ ചെയ്യല് 1 ആണ്. ഇവിടെ ഫസ്റ്റത്തെ റൂൾ എന്താണ്? ഇവിടെ 1 ആണ്. ഫസ്റ്റ് മെയിൻ ഡയഗണൽ എലിമെന്റ് 1 ആവണം. 1 ആണെങ്കിൽ എന്താണ് 1 അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം 1 ആക്കണം എന്നതാണ് റൂൾ. അപ്പൊ 1 ആണ്, അത് കുഴപ്പമില്ല. ഇനി എന്താണ് 1ന്റെ താഴെ ഉള്ള എല്ലാ എലിമെന്റ്സിനും എന്താണ് ഫസ്റ്റ് എലിമെന്റ് താഴെ എല്ലാ എലിമെന്റ്സിനെയും എന്താണ് ആ കറസ്പോണ്ടിങ് കോളത്തില് ബാക്കിയുള്ള എലിമെന്റ്സ് ഒക്കെ എന്താ 0 ആക്കണം. അപ്പൊ 0 ആക്കാൻ നമ്മൾ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ഓപ്പറേഷൻസ് എന്തൊക്കെയായിരിക്കും? R2 gives R2 minus 2R1 എന്നും അതേപോലെ R2 gives R2 minus R1 അല്ലെ, R2 minus R1 എന്ന് മതി. ആൻഡ് R3 gives R3 plus 2R1 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? A is equal to നമുക്ക് എന്ത് കിട്ടും? A is equal to 1 0 1 0 0 എന്ന് വരും. Then സെക്കൻഡ് കോളം 1, എന്താണ് 3 - 1 2 വരും. ഇതിന് -3 + 2 എന്ന് വരും അല്ലെ, -3 + 2 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -1. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുക. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു ഇതിനെ എന്താണ് അതിനെ നമുക്ക് 1 ആക്കണം. സോ അത് 1 ആക്കുമ്പോഴോ എന്താണ് കിട്ടുക? R3 അതിന് 1 ആക്കണം നിർബന്ധമില്ല, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുക ഇതിനെ 0 ആക്കിയാലും മതി അല്ലെ. അതിനെ 0 ആക്കിയാൽ അപ്പൊ നമുക്ക് അത് 0 ആക്കാം. അപ്പൊ R3 is equal to R3 plus R2/2 എന്ന് എഴുതാം അല്ലെ. R3 is equal to R3 plus R3/2/2 എന്ന് എഴുതാം. അപ്പൊ A is equal to എന്ത് വരും? 1 0 0 എന്ന് വരും ആൻഡ് 1 2 0 എന്ന് വരും. അപ്പൊ ഇവിടെ എന്താണ് ഡയഗണൽ എലിമെന്റ്സ് രണ്ടെണ്ണം എന്താണ് നോൺ സീറോ ആകുമ്പോൾ എന്താണ് ഇവിടെ റാങ്ക് എന്താ വരിക? റാങ്ക് വിൽ ബി 2 അല്ലെ. അപ്പോ ദാറ്റ് ഗിവ്സ് വി ക്യാൻ സേ ദാറ്റ് ഗിവ്സ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് 2 ആണ്.
റാങ്ക് ഒരു മെട്രിക്സിന്റെ റാങ്ക് 2 ആണെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ റാങ്ക് 2 ആണെങ്കിൽ എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും സെയിം ആയിരിക്കും അല്ലെ? അപ്പം ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതി വെക്കാം. ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെ വരിക? ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു എന്ത് വരും? ഫസ്റ്റ് നമ്മൾ എന്റെ മെട്രിക് അപ്പം എ എന്തായിരുന്നു 1 1 മൈനസ് 2 ദെൻ 1 3 മൈനസ് 3 പിന്നെന്താ ബി B1 B2 B3. ഇതിന്റെ റാങ്ക് എന്താണ്? 2 ആണെന്ന് പറഞ്ഞത്. ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഒരു 3x3 അല്ലെങ്കിൽ ഒരു n/n മെട്രിക്സിന്റെ റാങ്ക് നമ്പർ ഓഫ് എന്താണ് അല്ലെങ്കിൽ ഓർഡറിനെക്കാട്ടി ചെറുതാണെങ്കിൽ എന്താണ് അതിന്റെ ഡിറ്റർമിനന്റ് 0 എന്നാണ് അല്ലെ? ഇഫ് റാങ്ക് ഓഫ് n/n മെട്രിക്സ് ഈസ് ലെസ് ദാൻ ഇറ്റ്സ് ഓർഡർ ദെൻ ഇറ്റ്സ് ഡിറ്റർമിനന്റ് വാല്യൂ ഇസ് 0 എന്നാണ്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും നൗ റാങ്ക് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു 2 അല്ലെ? ഹെൻസ് നമുക്ക് പറയാൻ പറ്റും എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി will be equal to 0. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടെടുത്താൽ മതി. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ that gives എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് 1 1 മൈനസ് 2 1 3 മൈനസ് 3 b1 b2 b3 will be equal to 0 അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ എന്താ വരിക? നമുക്കറിയാം 1 into 3b3 പ്ലസ് 3b2 എന്ന് വരും മൈനസ് 1 into എന്ത് വരും b3 മൈനസ് 2b2 അല്ലെങ്കിൽ പ്ലസ് 2b2 എന്ന് വരും. ഓക്കെ, ആൻഡ് പ്ലസ് b1 into എന്ത് വരും മൈനസ് 3 പ്ലസ് 6 എന്ന് വരും ഈസ് ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക് നോക്കാം. അത് നമ്മൾ അതിന് ആദ്യം ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് കിട്ടും 3b3 പ്ലസ് 3b2 മൈനസ് എന്ത് വരും മൈനസ് b3 മൈനസ് 2b2 മൈനസ് b3 മൈനസ് 2b2 പിന്നെ മൈനസ് 3b1 അല്ലേ പ്ലസ് 3b1 വരും. ഓക്കെ, പ്ലസ് 3b1 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഗിവ്സ് നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് b1ന്റെ കമ്പൗണ്ട് ദാറ്റ് ഈസ് 3b1 പിന്നെ b2ന്റെ പറഞ്ഞാൽ 3b2 മൈനസ് b2 ആണ്. അപ്പം പ്ലസ് b2 പിന്നെ പ്ലസ് 2b3 കാരണം 3b3 മൈനസ് b3 ആകുമ്പോൾ 2b3 ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഏതാണ് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എന്താണ്? 3b1 പ്ലസ് b2 പ്ലസ് 2b3 ഇസ് ഓപ്ഷൻ 2. ഓക്കെ, ഓപ്ഷൻ ബി ആണെന്ത് നമ്മളുടെ ആൻസർ. ഓക്കെ, now let's move on to the next question. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ the matrix M is defined as M is equal to matrix 1 3 4 2 and has eigenvalues 5 and minus 2. The matrix Q is formed as Q is equal to M cube minus 4M square minus 2M. Which of the following is or are the eigenvalues of matrix Q? Is or are തരുമ്പോൾ എന്താണ് MSQ ക്വസ്റ്റ്യൻ ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ MSQ ആകുമ്പോൾ അത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മെട്രിക്സ് എമ്മിന്റെ ഐഗൻ വാല്യൂസ് തന്നിട്ട് നമുക്ക് Q എന്താണ് എമ്മിന്റെ ടേംസിലുള്ള ഒരു എന്താണ് മെട്രിക്സ് ആണ്. അപ്പോൾ അതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്. അതെന്താണ് നേരെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും നമുക്ക് എന്ത് തന്നിട്ടുള്ളത് ഐഗൻ വാല്യൂസ് ഓഫ് എം ആർ എന്താണ് 5 and minus 2. അങ്ങനെയാണെങ്കിൽ then we can say okay eigenvalues of m are 5 and minus 2. Then we can say എന്ത് പറയാൻ പറ്റുക eigenvalue of q എന്തായിരിക്കും? eigenvalue of q എന്ന് പറയുന്നത് m ക്യൂബ് എന്താണോ റെപ്രസെന്റേഷൻ അതന്നെ. അപ്പൊ m ക്യൂബ് മൈനസ് 4m സ്ക്വയർ മൈനസ് എന്താണ് 2m. ഓക്കെ, അത് തന്നെ വരും. അപ്പോൾ നമ്മൾ എന്താണ് ഫോർ ലാംഡ ഇസ് ഈക്വൽ ടു 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ m ഇസ് ഈക്വൽ ടു 5 എന്ന് പറയാം. ഓക്കെ, സോ ഫോർ m ഇസ് ഈക്വൽ ടു 5 എന്ന് നോക്കുമ്പോൾ എന്താണ് m ക്യൂബ് പറയുമ്പോൾ 5 ക്യൂബ് മൈനസ് 4 ഇൻറ്റു 5 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5. അപ്പോൾ 5 ക്യൂബ് എന്ന് പറഞ്ഞത് 125, 5 സ്ക്വയർ ആണ് 25, 25 ഇൻറ്റു 4 100 ആൻഡ് 2 ഇൻറ്റു 5 10. സോ ഇവിടെ നമുക്ക് എന്താ കിട്ടുക 15 എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് കിട്ടുക ഫസ്റ്റ് 15 എന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ഫോർ m ഇസ് ഈക്വൽ ടു മൈനസ് 2 ഫോർ m ഇസ് ഈക്വൽ ടു
-2 എന്താ കിട്ടുക? -2 ക്യൂബ് മൈനസ് 4 ഇൻറ്റു -2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു -2 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -8 എന്താണ് -4 ഇൻറ്റു 4 -16 വരും പ്ലസ് -2 ഇൻറ്റു 2 പ്ലസ് 4 എന്നും വരും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു -20 അല്ലേ? കാരണം -8 ഇൻറ്റു -16 -24 -24 പ്ലസ് 4 -20 എന്ന് കിട്ടും. സോ 15 20 -20 ആണ് എന്ത് ഈ ക്യൂവിന്റെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ശരി? 15 ഓപ്ഷൻ എയും അതേപോലെ ഓപ്ഷൻ സിയും ആണ് ശരി. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എന്താണ് ഐഗൺ വാല്യൂസിന്റെ ഒക്കെ പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് Cholesky decomposition is carried out on the following square matrix. A, that is A is equal to എന്താണ്? A is equal to 8 -5 -5 A22 എന്നാണ്. അങ്ങനെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞത് എന്താ? Let Lij and Aij be the ith and jth elements of the matrices L and A. Okay, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെയാണ് റെസ്പെക്റ്റീവ്ലി. If the element L22 of the decomposed lower triangular matrix capital L is 1.96, then what is the value rounded off to the nearest integer of the element A22? അപ്പോൾ നമുക്ക് ചോൾസ്കി ഡീകമ്പോസിഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ചോൾസ്കി ഡീകമ്പോസിഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലൂ വന്നിരിക്കുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വെച്ചിങ്ങാണ്ട് ഡീകമ്പോസിഷൻ ആണെന്നുള്ളതാണ് ക്ലൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോൾസ്കി ഡീകമ്പോസിഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ചോൾസ്കി ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? ചോൾസ്കി ഡീകമ്പോസിഷൻ ഈസ് ഈക്വൽ ടു നമ്മുടെ മെട്രിക്സിനെ, ഇവിടുത്തെ മെട്രിക്സ് എ ആണ്. സോ ലെറ്റ് എ വിത്ത് മെട്രിക്സ്. സോ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ആകുമ്പോഴാണ്, അതിന് അങ്ങനെ എഴുതുമ്പോഴാണ്, ഒരു മെട്രിക്സിന് അങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് ചോൾസ്കി ഡീകമ്പോസിഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പറയാൻ പറ്റും വേർ എന്താണ് L is a lower triangular matrix. Lower triangular matrix. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പം എ എന്താന്നു? എ നമുക്ക് തന്നത് 8 -5 -5 A22 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ A22 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അപ്പൊ A22 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു L നമുക്ക് എന്താ? L11 L22 സോറി L12 അല്ലെ? L21 L21 അപ്പൊ അപ്പർ ട്രയാങ്കുലർ ആണ്, ലോവർ ട്രയാങ്കുലർ ആണ്. അപ്പൊ ഇവിടെ 0 ആയിരിക്കും, L12 0 ആയിരിക്കും. ദെൻ L22 എന്ന് വരും. സിമിലർലി അതിന് ട്രാൻസ്പോസ് പറയുമ്പോൾ L11 L21 0 L22 എന്ന് വരും. സോ ഇവിടെ എന്താ നമുക്ക് കിട്ടുക? ഇവിടെ ഇത് ഇതേപോലെ തന്നെ എഴുതാം. ഓക്കെ, 8 -5 -5 822. ഇവിടെയോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഇത് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. L11 ഇൻറ്റു L11 L11 സ്ക്വയർ എന്ന് എഴുതും. L11 സ്ക്വയർ ആൻഡ് ഇൻറ്റു പ്ലസ് 0 ഇൻറ്റു 0 അത് വേണ്ട. ഇനി ഇവിടെ L11 ഇൻറ്റു L21 പ്ലസ് L21 ഇൻറ്റു 0, അപ്പം L11 L21 വരും. സിമിലർലി ഇവിടെ എന്താ വരിക? L21 ഇൻറ്റു L11 ഇൻറ്റു L2 പ്ലസ് L21 ഇൻറ്റു 0 ആണ്. അപ്പം L11 പ്ലസ് L21 എന്ന് വരും. ലാസ്റ്റ് എന്താ? L21 സ്ക്വയർ പ്ലസ് L22 സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? മനസ്സ് ക്ലിയർ ആവുന്നില്ലേ? നമുക്ക് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നിങ്ങൾ ചെയ്ത് എന്താ പ്രാക്ടീസ് ചെയ്താലും മനസ്സിലാവും. ഓക്കെ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് എന്താണ് ബാക്ക് ടു ദി ബേസിക്സ് എന്നുള്ളൊരു പോർഷനിലേക്ക് നമുക്ക് നോക്കാം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പ് എന്താണ് ഓരോന്നോരോന്നായിട്ട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂഷൻ വരാതെക്കാനാണ്. എന്താണ് ഈ കമ്പാരിസൺ ചെയ്യുക. കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് നമുക്ക് ഇതാക്കാൻ പറ്റുന്നതാണ് L1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 ആണ്. അതേപോലെ L1 L21 ഇസ് ഈക്വൽ ടു -5 ആണ്. അപ്പൊ നമുക്ക് ആ രണ്ട് ഫസ്റ്റ് നോക്കാം. സോ വി ക്യാൻ റൈറ്റ് ഓൺ കമ്പാരിസൺ എന്താണ് L11 നമുക്ക് പറയുന്നത് L11 സ്ക്വയർ എന്താണ് 8 ആണ്. അങ്ങനെയാണെങ്കിൽ L11 എന്തായിരിക്കും? √8 which can be written as 2√5 അല്ലെ? സോറി 2√2 എന്ന് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ L21 എന്നുള്ളത് -5 ആണ്. therefore we can write L21 as -5 divided by 2√2 എന്ന് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ L21 നമുക്ക് -5 divided by
2√2 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുക? ഇനി പറയുന്നത് a22 സ്ക്വയർ അല്ലേ? a22 സ്ക്വയർ ഇസ് ഈക്വൽ a22 എന്ന് പറയുന്നത് L2 സ്ക്വയർ മൈനസ് L21 സ്ക്വയർ മൈനസ് L22 സ്ക്വയർ ആണ്. അപ്പൊ L21 നമുക്ക് കിട്ടിയിരിക്കുന്നത്. L22 ക്വസ്റ്റ്യനിൽ നിൽക്കുന്നത് L22 is the element is 1.968 whole square അല്ലേ? 1.968 ആണ്. അപ്പൊ നമുക്ക് അവിടെ നോക്കാം. അപ്പൊ then എന്താണ് a22 is equal to എന്ത് വരും? L21 സ്ക്വയർ പ്ലസ് L22 സ്ക്വയർ അല്ലേ? അപ്പം a22 is equal to എന്ത് വരും? L21 സ്ക്വയർ എന്നാ -5 2√2 ഹോൾ സ്ക്വയർ പ്ലസ് L22 എന്താണ് 1.968 ആയിരിക്കും അല്ലെ? 1.968 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? അപ്പൊ -5 സ്ക്വയർ എന്ന് പറഞ്ഞാല് അപ്പം a22 എന്ത് കിട്ടും? -5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 അല്ലെ? 25 ബൈ എന്താണ് 2√2ന്റെ സ്ക്വയർ. 2√2ന്റെ സ്ക്വയർ പറഞ്ഞാൽ എന്താ? 8 ആണ്. പ്ലസ് എന്താണ് 1.968ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.873 എന്നാണ്. സോ 25/8 നിങ്ങൾക്ക് കിട്ടുക 3.125 ആണ്. പ്ലസ് 3.873. This will be equal to 6.998. Okay, 6.98 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിൽക്കുന്നത് റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് ഇൻഡിജർ. അപ്പൊ ഇൻഡിജർ ആണ് വേണ്ടത്. അപ്പൊ 6.998 എന്താണ്? ക്യാൻ ബി റൗണ്ടഡ് ഓഫ് ടു 7. അപ്പൊ ആൻസർ എന്താണ്? 7 ആണ് കിട്ടുക. വിച്ച് ഈസ് ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്. ഓക്കെ, ഓപ്ഷൻ ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ചോൾസ്കി ഡീകമ്പോസിഷൻ കേൾക്കുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. എന്താണ് അതിൽ തന്നെ ക്ലൂ നിൽക്കണം. അപ്പർ ഡീകമ്പോസ് ലോവർ ട്രയാങ്കിൾ മെട്രിക്സ് അങ്ങനെ എന്തെങ്കിലും ഒരു ഇപ്പം നേരത്തെ നമ്മൾ എന്താണ് LU ഡീകമ്പോസിൽ എന്താണ് ലോവർ ട്രയാങ്കിളും അപ്പർ ട്രയാങ്കിളുടെയും പ്രോഡക്റ്റ്. ഇവിടെ ചോൾസ്കിയിൽ എന്താണ് ലോവർ ട്രയാങ്കിൾ മെട്രിക്സും അതിന് ട്രാൻസ്പോസിങ് പ്രോഡക്റ്റ് ആയിട്ട്. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ പേരൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർമ്മ ഇല്ലെങ്കിലും എന്താണ് ആ ക്വസ്റ്റ്യനിൽ തന്നെ അതിന്റെ കുറച്ച് ഹിൻസ് ഒക്കെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. വിച്ച് ഇസ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ് 1 2 2 3 3 4 2 5 5 6 2 7 and 7 8 2 9 എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ റാങ്ക് ആണ് ചോദിച്ചത്. ഇതൊരു 2 മാർക്സിന്റെ MCQ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാരണം 4x4 മെട്രിക്സിന്റെ റാങ്ക് നല്ല അത്യാവശ്യം ടൈം എടുക്കണം. അപ്പൊ 2 മാർക്സിനൊക്കെ ചോദിക്കാനുള്ള ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് എന്താ ഗോസ് എലിമിനേഷൻ വഴി റോ എച്ചലോൺ ഫോമിൽ എന്താണ് കണ്ടുപിടിക്കാനുള്ളൂ. ഓക്കെ, സോ റോ എച്ചലോൺ ഫോം വെച്ച് കണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. സോ ലെറ്റ്സ് റൈറ്റ് ദി മെട്രിക്സ് ഫസ്റ്റ്. സോ that is 1 3 5 7 2 4 6 8 2 2 2 2 and 3 5 7 9. റോ എച്ചലോൺ ഫോമിൽ ഫസ്റ്റ് എന്താണ്? ഫസ്റ്റത്തെ എലിമെന്റ് 1 ആയിരിക്കണം. അത് ഇവിടെയാണ്. പിന്നെന്താണ്? അതിന്റെ താഴത്തിലെ ആ കോളത്തിലെ എല്ലാ എലിമെന്റ്സും 0 ആക്കണം. സോ ആ ഒരു അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ റോയിൻ്റെതും നമ്മൾ ഒപ്പം ചെയ്യണം. സോ R2 gives എന്താണ്? R2 minus 3R1 എന്ന് കിട്ടും. അതേപോലെ R3 gives എന്താണ്? R3 minus 5R1 എന്ന് വരും. ആൻഡ് R4 gives R4 minus 7R1 എന്നാണ്. കണ്ടില്ലേ? 3 സ്റ്റെപ്പാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ കിട്ടുക? അപ്പൊ കിട്ടുന്ന മെട്രിക്സ് പറഞ്ഞാല് ഞാൻ നേരെ മെട്രിക്സ് എഴുതുകയാണ്. കാരണം നിങ്ങൾ അത് വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അതേപോലെ തന്നെ കിട്ടേണ്ടതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഇത് 1 0 0 0. കാരണം നമ്മൾ അതിനാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സെക്കൻഡ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് 2 ഇതുപോലത്തെ കുഴപ്പമില്ല. പിന്നെ 4 minus 6 അപ്പൊ -2 വരും. ഓക്കെ, പിന്നെ 6 minus എന്താണ് 6 minus 10 -4 വരും. അതേപോലെ 8 minus എന്താണ് 14 -6 വരും. ഓക്കെ, അപ്പം അവിടെ വരുന്നത് 2 -2 -4 -6 എന്ന് വരും. ഓക്കെ, ഇനി തേർഡ് കോളത്തിലോ? തേർഡ് കോളത്തില് 2 തന്നെ വരും. പിന്നെ 2 minus 6 -2 -4 തന്നെ. പിന്നെ 2 minus 10 -8 and 2 minus 14 എന്ന് പറഞ്ഞാൽ -12. അപ്പം എന്താണ് തേർഡ് കോളം എന്ന് പറഞ്ഞാല് 2 -4 -8 -12 എന്ന് കിട്ടും. ഓക്കെ, 2 -4 -8 -12 എന്ന് കിട്ടും. ആൻഡ് ലാസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ് 3 പിന്നെ 5 minus 9 എന്ന് വരും. -4 and 7 minus എന്താണ് 15 -8 and 9 minus എന്താണ് 21 -12 എന്നാണ് വരിക. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പം നാലാമത്തെ പറഞ്ഞാല്
3 -4 -8 -12 ഇങ്ങനെയാണ് മെട്രിക്സ് വരിക. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനെ നമുക്ക് 1 ആക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ R2 ക്യാൻ ബി റിട്ടൺ ആസ് R2 by -2. അപ്പൊ നമ്മൾ -1/2 എന്താണ് R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അത് സിമ്പിൾ ആണ് അല്ലേ? ആ മെട്രിക്സ് സിമ്പിൾ ആയിരിക്കും. സോ 1 0 0 0 then 2 വരും 1 -4 -6 എന്ന് വരും. then 2 എന്ന് വരും അല്ലെ? 2 എന്ന് വരും -8 -12 and 3 ഇവിടെയും 2 വരും -8 -12 എന്ന് വരും. ഇതാണ് മെട്രിക്സ് വരിക. ഇനി നമുക്കത് ചെയ്യേണ്ട, അതിന് 1 ആക്കിയാൽ അതിന്റെ താഴെ എന്താണ് എലമെന്റ്സിന് നമ്മൾ 0 ആക്കണം. സോ അതിന് താഴെ എലമെന്റ്സ് 0 ആക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അവിടെ ഓപ്പറേഷൻ എന്താ ചെയ്യേണ്ടത്? R3 is equal to R3 plus 4R2 ചെയ്യണം. അതേപോലെ തന്നെ R4 is equal to R3 plus എന്താണ് R2 എന്ന് ചെയ്യണം. ഓക്കെ, R2 ബേസ് ചെയ്ത് കണ്ടാണ് നമ്മൾ ചെയ്യുക, കാരണം അതാണ് കുറച്ചുകൂടി ഈസി. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്, അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ മെട്രിക്സ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് 1 0 0 0. അതിന് മാറ്റമില്ല. ആൻഡ് ഫസ്റ്റ് കോളത്തിനും മാറ്റമില്ല, സെക്കൻഡ് റോനും ഫസ്റ്റ് റോനും കോളത്തിനും മാറ്റില്ല, അതേപോലെ സെക്കൻഡ് റോനും മാറ്റില്ല. ഇനിയാണ് നമ്മൾ നോക്കേണ്ടത്, ഇത് 0 അതേപോലെ ഇതും 0. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 0. ഇനി ബാക്കിയുള്ള എന്താണ് നോക്കാം, നമുക്ക് എന്താ വരും നോക്കാം. സോ R3 plus 4R2 -8 plus 8 എന്ന് വരും. അതേപോലെ -12 plus 12 എന്ന് വരും. അപ്പൊ അത് രണ്ടും 0 ആണ്. ഓക്കെ, ഇത് രണ്ടും 0 ആവും. അതേപോലെ തന്നെ എന്താണ് കോളം 4ലോ -8 plus എന്താണ് -8 plus 8 ആണ് അവിടെ വരിക. യെസ്, -8 plus 2 ആണല്ലോ. അപ്പൊ -8 plus 2 എന്ന് പറയുന്നത് ഇവിടുത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? -8 plus 2 into 4 എന്ന് പറഞ്ഞാൽ -8 plus 8 0 വരും. അതേപോലെ -12 plus 6 into 2 പറഞ്ഞാൽ -12 വരും. -12 plus 12 അവിടെ 0 വരും. സോ ഇങ്ങനെയാണ് എന്ത് ആ മെട്രിക്സ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് രണ്ട് നോൺ സീറോ റോസ് ഉള്ളു. രണ്ട് നോൺ സീറോ റോസ് എന്ന് പറയുമ്പോൾ എന്താണ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. അപ്പം ഹിയർ വി ക്യാൻ സേ ഹിയർ we have 2 non-zero rows. Okay, therefore എന്താണ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, റാങ്ക് ഓഫ് എ 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? റാങ്ക് കാണാൻ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ 4x4 മാട്രിക്സ് തന്നെ കുറച്ചും കൂടി എന്താണ് എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇതാക്കിയത്. കുറച്ചും കൂടി എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത്. ഇപ്പോൾ റാങ്ക് ഓഫ് മെട്രിക്സ് ഇങ്ങനെയാണ് കാണുന്നത്. റോ എച്ച്ലോൺ ഫോം വെച്ചെങ്ങാണ്ട് ക്രോസ് എലിമിനേഷൻ വെച്ചെങ്ങാണ്ട് റോ എച്ച്ലോൺ ഫോം ചെയ്തെങ്ങാണ്ട് ഇങ്ങനെയാണ് ഇതാക്കുക. നിങ്ങൾ ചിലപ്പോൾ നോർമൽ ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ റോ എച്ച്ലോൺ ഫോം ആണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ടു ഫൈൻഡ് റാങ്ക്. കാരണം ടൈം കൺസ്യൂമിങ് അല്ലാത്തത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി next question. The matrix 1A83 where A is greater than 0 has a negative eigenvalue. അപ്പോൾ നെഗറ്റീവ് eigenvalue വേണമെങ്കിൽ if A is greater than എന്താണ് 3/8 ആണോ 1/8 ആണോ 1/4 ആണോ 1/5 ആണോ? നെഗറ്റീവ് eigenvalue ആണെങ്കിൽ എന്താണ് പ്രോഡക്റ്റ് ഓഫ് eigenvalue എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 0 അല്ലേ? കാരണം ഒരു നെഗറ്റീവ് eigenvalue ഉണ്ടെങ്കിൽ തന്നെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ഒരു നെഗറ്റീവ് ഐഗൺ വാല്യൂ ആണ് അല്ലേ? അപ്പം ഹാസ് എ നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു നെഗറ്റീവ് ഐഗൺ വാല്യൂ ആണെങ്കിൽ എന്താണ് അതിന്റെ പ്രോഡക്റ്റ് ഓഫ് നെഗറ്റീവ് ഐഗൺ വാല്യൂ 0 ആയിരിക്കും. ആ ഒരു പോയിന്റ് വേണ്ടി നമ്മൾ ഇത് ഇതാക്കുന്നത്. അപ്പൊ പറയാം ഫോർ എ നെഗറ്റീവ് ഐഗൺ വാല്യൂ 2/2 ആണല്ലേ? അപ്പം നെഗറ്റീവ് ഐഗൺ വാല്യൂസ് പ്രോഡക്റ്റ് ഓഫ് eigenvalues should be greater than 0. കാരണം അതിന്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്തായാലും എന്താണ് ഒന്ന് നെഗറ്റീവ് ആയിട്ട് എന്താണ് 0 കിട്ടും. അപ്പോൾ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് നെഗറ്റീവ് വാല്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഡിറ്റർമിനന്റിനെ നമ്മൾ ഇതാക്കി. അപ്പം that gives that determinant is less than 0. അങ്ങനെയാണെങ്കിലോ ഡിറ്റർമിനന്റ് ഇവിടെ എന്താ വരിക 1 into 3 minus 8. 3 minus 8 is equal to less than 0 എന്ന് വരും. And that gives എന്താണ് അത് ചെയ്യുമ്പോൾ റീഓർഡർ ചെയ്യുമ്പോൾ 8 is greater than 3 എന്ന് വരും. 8 അങ്ങോട്ട് പോകുമ്പോൾ 8 is greater than 3 വരും. So that gives എന്താണ് A is greater than
3/8 എന്ന് കിട്ടും. A is greater than 3/8. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് അറിയുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, 1 മാർക്കിന് ചോദിക്കുന്നതാണ്. പക്ഷേ എന്നാലും എന്താണ് 8 ലെവലിൽ നമുക്ക് കഴിഞ്ഞ ഈസി ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറെ സ്കോർ ഇങ്ങനെ ഇതാക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ എന്താ പെട്ടെന്ന് ചെയ്യാനും പറ്റും, ടൈം കൺസ്യൂമിംഗ് അല്ല, അറ്റ് ദ സെയിം ടൈം എന്താണ് നമുക്ക് എന്താണ് പെട്ടെന്ന് ആൻസറും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഒരു ഐഗൺ വാല്യൂ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ 0 ആയിരിക്കും, ലെസ് ദാൻ 0 ആയിരിക്കും. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഡിറ്റർമിനന്റ്, ഡിറ്റർമിനന്റും 0 ആയിരിക്കും എന്നുള്ള പോയിന്റ് വെച്ചാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ A is greater than 3/8 എന്ന് കിട്ടി ആൻഡ് ഓപ്ഷൻ A ആണ് ആൻസർ. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി second last question, which is if the sum and product of eigenvalues of a 2/2 real matrix 3p, pq are 4 and -1 respectively, then determinant of p എന്താണെന്നാണ് ചോദിച്ചത്. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ഇന്റിജറിലാണ് വേണ്ടത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. നമ്മളോട് എന്ന് പറഞ്ഞത് സം ആൻഡ് പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സം ഓഫ് ഐഗൺ വാല്യൂസ് നോക്കാം. അപ്പോൾ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്താണ് നമ്മൾ പറഞ്ഞത്? സം ഓഫ് ഐഗൺ വാല്യൂസ് ഈസ് ഈക്വൽ ടു ട്രേസ് ഓഫ് മെട്രിക്സ് അല്ലേ? അപ്പോൾ ട്രേസ് ഓഫ് മെട്രിക്സ്. അപ്പോൾ നമുക്ക് എന്താ സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പ്ലസ് സം ഓഫ് ഐഗൺ വാല്യൂ 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രേസ് എന്താ 3 പ്ലസ് ക്യൂ എന്ന് എഴുതാം അല്ലേ? ദാറ്റ് ഗിവ്സ് എന്താണ് അല്ലെങ്കിൽ therefore നമുക്ക് പറയാൻ പറ്റും ക്യൂ എന്താണ്? ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. ക്യൂ ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ക്യൂ കിട്ടി. ഇനി നമുക്ക് എന്താണ് പ്രോഡക്റ്റ് തന്നിക്കണേ അത് വെക്കാം. അപ്പം അടുത്തത് product of eigenvalues എന്ത് വരും? ഈക്വൽ ടു ഡിറ്റർമിനന്റ് എന്ന് വരും അല്ലേ? അപ്പം ഡിറ്റർമിനന്റ് എന്ന് വരും. സോ പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് തന്നിക്കണേ -1 ആണ്. സോ ദാറ്റ് ഗിവ്സ് -1 is equal to എന്താണ് ഡിറ്റർമിനന്റ് ഇവിടെ 3 into q minus p into p. 3q minus p square എന്ന് വരും അല്ലേ? 3q minus p square എന്ന് വരും. ദാറ്റ് ഗിവ്സ് 3q minus p square is equal to -1 എന്ന് വരും. That gives 3q എന്നാണ് 1 ആണ്. അപ്പം 3 minus p square. ഓക്കെ, ഡിറ്റർമിനന്റ് ഓഫ് പി അല്ല, ഇവിടെ മോഡുലസ് ഓഫ് പി ആണ് കണ്ടിരിക്കാൻ പറയുന്നത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. അപ്പം ഡിറ്റർമിനന്റ് ഓഫ് പി അല്ല, മോഡുലസ് ഓഫ് പി ആണ്. ഓക്കെ, സോ -1 that gives എന്താണ് പി സ്ക്വയർ എന്ന് വരും. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയറിന് അങ്ങോട്ട് ഉണ്ടാവുക പ്ലസ് ഇത് -1 അങ്ങോട്ട് ഉണ്ടാവുക +1 ആവും. അപ്പം 3 + 1 4 എന്ന് വരും. therefore we can write p is equal to plus or -2. that gives എന്താണ് മോഡുലസ് ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ഇന്റിജറിലാണ് എഴുതാൻ പറഞ്ഞത്. സോ ദ ആൻസർ വിൽ ബി എന്താണ് 2. മോഡുലസ് ഓഫ് പി എന്ന് പറയുന്നത് 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കൺസിഡർ ദ മെട്രിക്സ് A is equal to 50, 70, 70, 80, whose eigenvectors corresponding to the eigenvalues lambda 1 and lambda 2 are x1 is equal to 70, lambda 1 minus 50, and x2 is equal to lambda 2 minus 80, 70 respectively. The value of x1 transpose into x2, value of product of x1 transpose into x2 എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിങ്ങാണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ടൈം എടുക്കും സോൾവ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ എന്താണ് തിയറം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ തിയറം ഉണ്ട്. അതെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഉണ്ട്. അതാണ് ഹിയർ ഒരു കാര്യം തന്നിക്കണേ, ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് അല്ലേ? കാരണം എന്താ അതല്ലേ ഇവിടെ എന്താണ് ഇതിന്റെ സിമെട്രി എടുത്തു നോക്കുക. ഇതിന് എന്താണ് എ ട്രാൻസ്പോസ് എടുത്തു നോക്കൂ. 50, 70, 70, 80 തന്നെ വരും അല്ലെ? അപ്പൊ എന്താണ് എ സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പൊ എ സിമെട്രിക് മെട്രിക്സ് ആണ്, ഒരു റിയൽ സിമെട്രിക് മെട്രിക്സ് ആണ്, റിയൽ എൻട്രീസ് ആണ്, അതേപോലെ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൻ വാല്യൂസിന് കറസ്പോണ്ട് ചെയ്യുന്ന ഐഗൻ വെക്ടേഴ്സ് ഓർത്തഗണൽ ടു ഈച്ച് അതർ ആയിരിക്കും. ഓർത്തഗണൽ ടു ഈച്ച് അതർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓർത്തഗണൽ ടു ഈച്ച് അതർ മീൻസ് ദാറ്റ് their product will be 0. ഓക്കെ, അതാണ് ഇവിടെ എഴുതുന്നത്. അപ്പം നമുക്ക് എഴുതാം സിൻസ് it is a real അതേപോലെ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, നമുക്ക് എഴുതാൻ പറ്റും ഐഗൻ വെക്ടേഴ്സ് corresponding to
eigenvectors corresponding to distinct eigenvalues are orthogonal to each other. Okay, distinct eigenvalues are orthogonal to each other. So distinct eigenvalues orthogonal to each other ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്താ പറയുക, thus we can say x1 transpose x2 is equal to എന്ത് വരാൻ പറ്റും, x1 equal to x2 എന്ന് എഴുതാൻ പറ്റും, which is equal to 0. orthogonal to each other എന്ന് പറഞ്ഞാൽ equal to 0 കിട്ടും. So it will be equal to 0. The answer is numerical answer type ആണ്, അതിൽ 0 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് എന്താണ് ടൈം പോലും എടുക്കാതെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. സോ നമ്മളെന്താണ് ബേസിക്കലി ഫസ്റ്റ് നമ്മളെന്തൊരു ഐഡിയ നമ്മളെന്താണ് ചെയ്തത്, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ എല്ലാ ബ്രാഞ്ചസിനും കോമൺ ആയി വരുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ ലീനിയർ ഓൾജിബ്ര ആണെന്ന് ഡിസ്കസ് ചെയ്തത്. ദാറ്റ് ഈസ് മെട്രിസസ്, അതിന്റെ ഐഗൺ വാല്യൂസ്, ഐഗൺ വെക്ടേഴ്സ്, റോയ്സൺ ഫോം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാക്കി, അതിന്റെ പ്രോപ്പർട്ടീസ് ബേസിക്കലി അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തു. സോ അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു എന്താണ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു സിലബസിൽ ഈ ഒരു ടോപ്പിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്, അത് ലീനിയർ ഓൾജിബ്ര അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഇതാണ് എന്താണ് ടോപ്പിക്കാണ്, സബ് ടോപ്പിക്കാണ്. അപ്പം അത് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ലീനിയർ ഓൾജിബ്ര ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈസി ആയി കാണുന്ന ടോപ്പിക്കാണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് വിത്തൗട്ട് നോയിങ് ദ റൈറ്റ് പ്രോപ്പർട്ടീസ് എന്താണ് സം ക്വസ്റ്റ്യൻസ് മേ ബി ടൈം കൺസ്യൂമിംഗ്, ചില ക്വസ്റ്റ്യൻസ് ടൈം കൺസ്യൂമിംഗ് ആവാം. സോ എന്താണ് പ്രോപ്പർ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുക, അപ്പൊ നമുക്ക് ഫെമിലറൈസേഷൻ കിട്ടും. പ്രീവിയസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സ്പീഡും കിട്ടും, അതേപോലെ കുറെ പ്രോപ്പർട്ടീസിനെ പറ്റിയും എന്താണ് നിങ്ങൾക്ക് ഒരു റിവിഷൻ ആവും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സിന് കൊണ്ടുവന്ന ഒരു ലീനിയർ ഓൾജിബ്രന്റെ പോർഷനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സിവിയറിറ്റി ആസ് വെൽ ആസ് ദി സിംപ്ലിസിറ്റി ബൈ വിച്ച് ദിസ് ക്വസ്റ്റ്യൻസ് കം. ഓക്കെ, സോ നമ്മൾ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ അതാണ്. ദിസ് ഇസ് മീ ഫഹീം അഹമ്മദ് സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ്. താങ്ക് യു.